എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ എളുപ്പം തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു മാങ്ങാച്ചാറാണ്. ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ രുചികരമായിട്ടും അതും ഒരുപാട് കാലത്തേക്കും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നൊരു പാചക രീതിയാണ്. പ്രത്യേക ടേസ്റ്റുള്ള ഈ ഒരു അച്ചാർ നിങ്ങൾ ഇതുവരെയും ഈ ഒരു രീതിയിലല്ല തയ്യാറാക്കിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. നമ്മുടെ വീട്ടിലെ നിത്യമുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വളരെ സ്വാദിഷ്ടമായ നല്ലൊരു അച്ചാറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ അളവിലാണ് മാങ്ങ എടുത്തു വെച്ചിട്ടുള്ളത്. മാങ്ങ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ വെള്ളം എല്ലാം തുടച്ചു വെച്ചിരിക്കുവാണ്. അച്ചാർ ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഒരു തരി പോലും വെള്ളമില്ലാതെ വേണം നമുക്ക് മാങ്ങ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ അച്ചാറിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഒരു തരി പോലും വെള്ളത്തിന്റെ അംശങ്ങൾ ഉണ്ടാകാനും പാടില്ല. ഇനി ഉടൻ തന്നെ നമുക്ക് ഈ മാങ്ങ ഒന്ന് പീസാക്കി എടുക്കാം. ഇനിയിപ്പോൾ മാങ്ങ നമുക്ക് വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതും. ഇനി നമുക്കിതിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. ഇനി മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും മാങ്ങ കഷ്ണങ്ങളും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാങ്ങ കഷ്ണങ്ങളൊന്ന് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ദിവസം മുഴുവനും തന്നെ ഇത് മൂടിയൊന്ന് വെച്ചു കൊടുക്കണം. ഇത് വേണമെങ്കിൽ ഇതൊരു 2 മണിക്കൂർ നേരമെങ്കിലും വെച്ചാൽ മതിയാകും. പക്ഷെ ഞാനിന്ന് ഒരു ദിവസം മുഴുവനും തന്നെ വെച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ സമയം വൈകിട്ട് 5 മണിയായിട്ടുണ്ട്. ഇനി നാളെ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് മാങ്ങ ഒന്ന് വാടിക്കിട്ടാനായിട്ടൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ ഒരു രാത്രി മുഴുവനും തന്നെ ഞാനിവിടെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഈ മാങ്ങ ഒന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ മാങ്ങയുടെ തോലെല്ലാം ഒന്ന് വാടി നിൽക്കുന്ന രീതിയിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ മാങ്ങയിലെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി മാറ്റിയിട്ട് വരാം. നമുക്ക് ഈ വെള്ളത്തിന്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. അങ്ങനെ നമ്മുടെ മാങ്ങ ഇവിടെ വെള്ളമെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു അച്ചാറിന്റെ പൊടി തയ്യാറാക്കി എടുക്കണം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ആദ്യമേ നമുക്ക് ഈ പാനിലേക്ക് 3 ചെറിയ കഷ്ണം കായം ചേർക്കാം. കായത്തിന്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവില് ഉലുവ ചേർക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവില് കടുകാണ്. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കടുക് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഈ ഒരു പരുവമായാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കടുക് കരിഞ്ഞൊക്കെ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കടുകും ഉലുവയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ ചൂടാറിയിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചുകൂടെ വെക്കണം. അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അങ്ങനെ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇനി ഈ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അങ്ങനെ നമ്മുടെ കടുക് ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം. ഇതിന്റെ കൂടെ തന്നെ 2 ബോൾ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 പച്ചമുളകും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും. ഇനി നമുക്കിതിലേക്ക് പൊടിയായി കട്ട് ചെയ്ത ഇഞ്ചി ചേർക്കാം, വെളുത്തുള്ളി ചേർക്കാം, പച്ചമുളക് കൂടെ ചേർക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി മൊരിയിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കുമ്പോൾ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചട്ടിയുടെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും 4 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചട്ടിയുടെ ചൂടൊന്ന് കുറച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ ചട്ടിയുടെ ചൂടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. പൊടികൾ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി കൂടെ ചേർക്കണം. വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മാങ്ങ ചേർക്കാം. മാങ്ങ ചേർക്കുവാണ്.
ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. നല്ല പോലെ ഈ ഒരു ചെറിയ ചൂടിൽ വെച്ച് തന്നെ മാങ്ങ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. മാങ്ങ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉലുവ, കടുക്, കായം ചേർത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അച്ചാറിലേക്ക് ചേർക്കാം. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ചില്ലു കുപ്പികളിലേക്ക് മാറ്റാവുന്നതാണ്. ഈ ഒരു സമയത്ത് അല്പം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ അച്ചാറിന് പുളിപ്പ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒന്ന് തിളപ്പിച്ച് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ലൂസായി കിട്ടുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണം. അതുപോലെ വീഡിയോ കണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി, സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് അടുത്ത ദിവസവും ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.